മുന്നേ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എവിടേക്ക് ഉള്ളവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ തലേന്ന് തന്നെ നമ്മളെല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാവുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാണല്ലോ. ഞാനിവിടെ ഫ്രൈഡ് റൈസിന് തന്നെ വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിൽ കൂടുതലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കോൺഫ്ലവറും കുറച്ച് സോയാ സോസും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സോയാ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിലോട്ട് ഒരു ചെറുനാരങ്ങി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ച് അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് വേവിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ആയിരിക്കണം. അധികം വെന്ത് പോവാൻ പാടില്ല. അതുകൊണ്ട് ഒരു 70-80% മാത്രം നമ്മുടെ റൈസ് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ റൈസ് ഇത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. അടിയിൽ ചൂട് തട്ടി അതിങ്ങനെ കട്ട പിടിച്ചിരിക്കൂലെന്നാ. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട 2 മുട്ട ഇവിടെ ചിക്കി എടുക്കുന്നുണ്ട്. അതേ പാനിലേക്ക് തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാത്തിലും ഓയിലാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതേ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവറും സോയാ സോസും ഉപ്പും മാത്രം ആഡ് ചെയ്താൽ മതി ചിക്കനിൽ. അതാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കുറച്ച് എക്സ്ട്രാ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ബീൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ നമുക്ക് വെന്ത് കിട്ടുമൊന്നും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസൊക്കെ വെജിറ്റബിൾസ് അരിയുമ്പോൾ നന്നായി ചെറുതാക്കി കനല്ലാത്ത രീതിയിൽ അരിയണം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തത് ഒരു അധികപ്പറ്റായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, അധികപ്പറ്റ് തന്നെയാണ്. അത് കഴിക്കുമ്പോൾ നന്നായി കടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഒനിയൻ, ക്യാപ്സിക്കം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് സോയാ സോസും കൂടി വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ചട്ടകം വെച്ച് ഒരിക്കലും ഇളക്കരുത്. നമ്മുടെ റൈസൊക്കെ പൊട്ടിപ്പോവും. പിന്നെ കാണാനൊരു രസം ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ എന്തായാലും പൊട്ടും. പക്ഷെ അതല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയത് ഒരു പെർഫെക്ഷനും വേണമല്ലോ. അതുകൊണ്ട് ചെമ്പ് 2 കൈയിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പം തന്നെ നന്നായി എല്ലായിടത്തും അത് മിക്സായി കിട്ടിക്കോളും. എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് ഉമ്മാൻ്റെ കയ്യിലേക്ക് പതുക്കെ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.